രാവിലെ തന്നെ ദേ ഉമ്മ മുറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് മുറ്റം ഫുൾ ഇലയായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ വേഗം വെള്ളം ചൂടായപ്പോഴത്തേക്കും അരിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അതേ മല്ലി ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിടുവാണ്. നോമ്പൊക്കെ വരുമല്ലേ, അപ്പോൾ മല്ലി ഉണക്കി പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഷിനാജും മാത്രമാണ് കേട്ടോ പോകുന്നത്. ഞാൻ വേഗം തന്നെ പോയി കുളിച്ച് റെഡിയായി. ഞങ്ങൾക്ക് പാലക്കാടാണ് ഫംഗ്ഷൻ. അപ്പോൾ എൻ്റെ ഉമ്മായി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഉമ്മാനെ ഞങ്ങൾ പാലക്കാട് ബസ് സ്റ്റാൻഡിലാക്കി. എന്ത് ക്രീം ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉമ്മാനോട് എൻ്റെ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് തന്നെയാണ്. ഇത് NYB 02 ബഡാസ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് 1 ടൈപ്പ് ആപ്ലിക്കേഷൻ ആണ്. നല്ല അഫോർഡബിളും ആണ്, അതേപോലെ തന്നെ നല്ല കംഫർട്ടബിളും ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് 04 സെക്സി സാങ്ക്രിയ ആണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എൻഗേജ്മെന്റിന് പോയപ്പം ഇട്ടുകൊണ്ട് പോയത് കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മട്ട് പ്രൂഫ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. purple.com ഇപ്പം മൈ ഹാർട്ട് ബ്യൂട്ടി സെയിൽ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ NYB എല്ലാ പ്രൊഡക്ട്സിനും 50% ഓഫർ ഉണ്ട്. അപ്പോൾ ആരും മിസ്സാക്കേണ്ട, വേഗം തന്നെ പർച്ചേസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് പോകാൻ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നുണ്ടായ തീരുമാനത്തിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവിടെ എത്തിയപ്പോഴും ചെന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച്, പിന്നെ ഫുഡായിട്ട് അവിടുത്തെ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി ആയിരുന്നു. ഞാനത് കഴിച്ചില്ല, സദ്യയാണ് വാങ്ങി. കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്, അതും വാങ്ങിച്ചൊരു പ്ലേറ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ ജാസിൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. ജാസിൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് കട്ട്ലൈറ്റും കഴിച്ച് ചായ കുടിക്കാത്തതുകൊണ്ട് ഇതേ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. പോണ വഴി ഉപ്പിലിട്ടൊരു നെല്ലിക്കയും കൂടെ കഴിച്ചു. ഇത്രയൊക്കെ സാധനം ഞാൻ വലിച്ചു വാരി തിന്നിട്ടും ഈ ഒരു ടൈമായിട്ട് എൻ്റെ ലിപ്സ്റ്റിക് അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്.